അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ ലൈഫാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ട് അവരുടെ ഡ്രസ്സ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. 3 മണി വരെ പോസ്റ്റ് ഓഫീസ് ഉള്ളൂ. അപ്പം അവനെ കൊച്ചിനെ കിടത്തി ഉറക്കിയിട്ടാണ് ഞാനിത് ചെയ്യാനായിട്ട് കയറിയത്. അപ്പോൾ നമുക്ക് ഉച്ച സമയത്ത് ഈ പരിപാടികളൊക്കെ നടത്തുള്ളൂ. പിന്നെ മീഷോൻ്റെ 2-3 ഓർഡേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചു. പിന്നെ ഞാൻ എടുക്കണ ഈ വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, അതും നമുക്കൊരു ഓർഡർ വന്നേക്കുന്നതാണ് കേട്ടോ. XXL സൈസായിരുന്നു. ഇത് ഞാൻ ക്രിസ്മസിന് സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കോറക്കടനിൽ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഗൗൺ പോലത്തെ ആയിട്ടാണ്, ഫുൾ ഗൗണായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിലേക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഇതൊരു ഓർഡർ വന്നിരുന്നത്. അപ്പോൾ അതും അങ്ങനെ കൊടുത്തു. ഇതാണ് നമ്മൾ മീഷോയിലേക്ക് അയച്ചു കൊടുക്കുന്ന കവർ. വ്യത്യാസമുണ്ട്, ഇൻവിസിബിൾ കവറാണ്. ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കാണാം. എന്നിട്ടും നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മീഷോയിൽ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ നമ്മൾ വീടിനടുത്തുള്ള ഒരു കൊച്ച് നമുക്കൊരു സ്ലിറ്റ് കുർത്തി തയ്ക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വരച്ച് വെച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയത്. അപ്പോൾ ഇത് നൈറ്റ് തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം എടുത്ത് ഞാനും ചേട്ടനും കൊച്ചും കൂടെ പോസ്റ്റ് ഓഫീസിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവന് എണീറ്റിട്ടോ. ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ളൊരു പാടമാണ്, നെല്ല് കൃഷിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. കുറേ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ് കേട്ടോ കുന്നേര. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. നമ്മുടെ പോസ്റ്റ് ഓഫീസ് എത്താറായിട്ടോ. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ പോണത്. കാരണം 3 മണി ആവാറായി. നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ചേച്ചി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ. അപ്പം ഇതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പോകേണ്ട സമയം 3 മണി ഇറങ്ങാറായിട്ടുണ്ടാവണം. ഞാനാകെ പേടിച്ചിട്ടാണ് കയറി ചെന്നത്. ഇനി തിരിച്ച് കൊണ്ടുപോകേണ്ടേ വരുമോ എന്ന് വിചാരിച്ച്. കാരണം അവിടെ ചെന്നെത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യനെ കണ്ടില്ല. വാതിലൊക്കെ അടഞ്ഞ് കിടക്കായിരുന്നു. പിന്നെയാണ് ചേട്ടൻ പറഞ്ഞത്, നീ കയറി നോക്ക്, എന്നാലല്ലേ കാണുള്ളൂ എന്ന്. നോക്കിയപ്പോൾ അതാണ്ട്. അങ്ങനെ കണ്ടപ്പോൾ ആരും കണ്ടില്ല. അവർ വണ്ടി ഇരിക്കണതല്ലാതെ വേറൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇറങ്ങി സംശയത്തോടെ അങ്ങ് ചെന്ന് നോക്കിയപ്പോൾ ഡോർ ഓപ്പണായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു. ആളെ ഏൽപ്പിച്ചു. ആൾ പറഞ്ഞു ഇന്ന് എന്തായാലും പോവില്ല, നാളെ അയക്കാമെന്നും പറഞ്ഞ് പൈസ മേടിച്ചു. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ ഗീവ് അവേ വരും. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക.